ഹലോ ഗൈസേ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഒരു ഇന്ത്യൻ മാരേജ് മാർക്കറ്റിൽ നമുക്കറിയാവുന്നതാണ്, ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതിപ്പോൾ ആളുടെ ജോലി, ആളുടെ ഒരു സാമ്പത്തിക അവസ്ഥ, ബാങ്ക് ബാലൻസ്, ഫാമിലി മെമ്പേഴ്സ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കാസ്റ്റ്, റിലീജിയൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ സാധാരണ കല്യാണം കഴിക്കുന്നത്. പക്ഷേ ഇതൊരു ലോങ് പ്രോസസ്സാണല്ലോ മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് കല്യാണ ദിവസം മാത്രമല്ലോ, അത് കഴിഞ്ഞിട്ട് കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പലരും ലൈഫിലുണ്ടായിരിക്കും. പിന്നെ എല്ലാവരും കല്യാണം കഴിക്കുമ്പോൾ അവരെ പാരൻസ് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ പാരൻസിനൊക്കെ എന്ന് പറയുന്ന ആളിനെ കല്യാണം കഴിക്കുമ്പോൾ ഈ കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഹാപ്പി ഒരു മാരീഡ് ലൈഫ് കിട്ടണമെന്നില്ലല്ലോ. കാരണം വേറെ കുറേ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പാർട്ട്ണറെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, മാരീഡ് ലൈഫ് കുറച്ചുകൂടി അടിപൊളിയാക്കാൻ സാധിക്കും. കുറച്ചുകൂടി അല്ല, നല്ല രീതിയിൽ അടിപൊളിയാക്കാൻ പറ്റും എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മളെന്താ പറയുക, നമുക്കറിയാം മാരേജ് മാർക്കറ്റിൽ പൊതുവെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് ഫ്രോഡ്, ഫേക്ക് പരിപാടികൾ സംഭവിക്കുന്നുണ്ട് അല്ലേ, നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ പല ആളുകൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജോലിയില്ലാത്ത ആളുകൾ ജോലി ഉണ്ട് പറഞ്ഞ് കല്യാണം കഴിക്കും. അല്ലെങ്കിൽ ഇതിനു മുമ്പ് കുറേ റിലേഷൻഷിപ്പുകളുള്ള ആളുകളായിരിക്കും, പക്ഷേ എനിക്ക് റിലേഷൻഷിപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും. ചിലപ്പോൾ ഓൾറെഡി അവരൊരു കമ്മിറ്റഡ് റിലേഷൻ നിൽക്കുമായിരിക്കും, ഒരു വീട്ടിലെ പ്രഷർ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ കല്യാണം കഴിക്കുന്നുണ്ടായിരിക്കും, അത് ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ചില ആളുകൾ കാസ്റ്റ് വ്യത്യാസം വെച്ച് പറയും, റിലീജിയൻ, ഇതൊക്കെ നോക്കണ ആളുകൾ കിട്ടോ, എൻ്റെ കാര്യമില്ല പറഞ്ഞ് ഞാൻ നോക്കണ്ടായിരിക്കാം. വേറെ ചില ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ജാതകമൊക്കെ നോക്കുന്ന ആളുകൾ നക്ഷത്രം തെറ്റായിട്ട് പറയും, ജനനത്തീയതി, ഏജ്, ഇതൊക്കെ വ്യത്യാസപ്പെടുത്തി പറയും കല്യാണം നടക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ പല പല പരിപാടികൾ നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓപ്പണായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് പേർക്കും കല്യാണത്തിൽ ഏർപ്പെടുന്ന, പരസ്പരം കല്യാണം കഴിക്കുന്ന രണ്ട് പേർക്കും എപ്പോഴും ഫാമിലിയിൽ നിന്ന് കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ, ഭാവിയിൽ ഇവർ രണ്ടുപേരായിരിക്കും. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട് അടിച്ചു പൊളിച്ച് നല്ല രസമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ. ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്ക് ഉൾപ്പെടുത്താം? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ജീവിക്കണമെങ്കിൽ കാശ് വേണം. പറഞ്ഞാൽ കാശ് മാത്രമുള്ളതുകൊണ്ട് എല്ലാം ആയില്ല, നമുക്ക് കടങ്ങളില്ലാണ്ട് ജീവിക്കാൻ സാധിക്കണമല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ കരിയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്താണ് ജോലി, അല്ലെങ്കിൽ കരിയറിൽ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കരിയർ പ്ലാൻസ് എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ അതിൽ ബേസിക് കോമ്പാറ്റബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കരിയർ മാത്രമല്ല, നമ്മളിപ്പോൾ വേറെ കുറേ കാര്യങ്ങൾ, നമ്മളിപ്പോൾ പേയ്മെൻറ്റ്, അങ്ങനെ ബില്ലുകൾ അടയ്ക്കുന്ന ടൈം ആകുമ്പോഴാണ്, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ബില്ല് അടക്കുന്ന ടൈമിലാകുമ്പോഴാണ് വരുന്നത്, എനിക്ക് ഇത്ര സാലറി ഉണ്ട്, നിനക്ക് ഇത്ര സാലറി ഉള്ളൂ, അതിൻ്റെ കോംപ്ലക്സ്, ഈഗോ, അട്ടിപ്പിട്ടി സാധനങ്ങളൊക്കെ വരാം. അതിൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ഈ പ്രായത്തിൻ്റെ കാര്യം, ഇപ്പോൾ പലരും പറയുന്നുണ്ട് പ്രായം ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊക്കെ. ചില ആളുകൾക്കൊരു 10 വയസ്സ് ഭർത്താവിന് കൂടുതൽ ഉണ്ടെങ്കിൽ ഹാപ്പി ആയിരിക്കും. ചിലവർക്ക് ഭർത്താവിന് ഒരു 10 വയസ്സ് കുറഞ്ഞാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, 25 വയസ്സുള്ള ചെക്കനും 60 വയസ്സുള്ള സ്ത്രീയും കല്യാണം കഴിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ 40 വയസ്സുള്ള പുരുഷനും 30 വയസ്സുള്ള സ്ത്രീയും കല്യാണം കഴിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ പലതുണ്ടായിരിക്കും. അപ്പം ഓരോരുത്തരും വ്യത്യസ്തരാണ് എന്ന ഒരു റിയാലിറ്റി നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് കോമ്പാറ്റബിളായിട്ടുള്ള ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്പർ മാത്രമല്ലല്ലോ, ആ ഒരു ലിവിങ് എക്സ്പീരിയൻസ് അവരെന്തായിരുന്നു എന്നുള്ളതിന് ധാരണ മനസ്സിലാക്കാം. ചില ആളുകൾക്ക് സെക്ഷലി വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളെയാണ് വേണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു 65 ഇപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, ഇത്രയും ഒരുപാട് പ്രായമുള്ള ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഏജ് എന്ന് പറയുകയാണെങ്കിൽ ചുമ്മാ ഒരു നമ്പർ മാത്രമല്ലല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസുകൾ, അസുഖങ്ങൾ, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സാധ്യത ഉണ്ട് അല്ലേ. ഒരു 50 വയസ്സുള്ള ഒരാളുടെ, സാധാരണ രീതിയിലുള്ള ഒരാളുടെ ഒരു ഫിസിക്ക് ആവില്ലല്ലോ 25 വയസ്സുള്ള ഒരാളുടെ അവസ്ഥ. വ്യത്യാസം വരാം, ഞാൻ ജനറലായിട്ട് പറയില്ല, ഞാൻ ഏകദേശം നമുക്ക് നമ്മൾ പറഞ്ഞു വരുമ്പോൾ പോയിൻറ്റിനൊന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഏജ് എന്ന് പറഞ്ഞാൽ ഏജ് ഈസ് നോട്ട് ജസ്റ്റ് എ നമ്പർ. നമ്മൾ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറയണ്ടായിരിക്കും, പക്ഷെ നമ്മൾ കല്യാണത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഒരു ഇമോഷണലായിട്ടുള്ള മെച്യൂരിറ്റി, നമ്മുടെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു അവസ്ഥ, സിറ്റുവേഷൻ, ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്ന ഒരു സാധനം കൂടിയാണ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് കൃത്യമായിട്ട്. അതുപോലെ കുട്ടികളുടെ കുറിച്ചുള്ള പ്ലാൻ എന്താണ്, കുട്ടികൾ എത്ര എണ്ണം വേണം, അല്ലെങ്കിൽ കുട്ടികൾ എപ്പോൾ വേണമെന്നാണ് പ്ലാന്, അതോ കുട്ടികളെ വേണ്ടെന്നാണോ, അഡോപ്റ്റ് ചെയ്യാനാണോ പ്ലാന്, അതോ കുട്ടികൾ വേണ്ട, ചിലർ നായനെ വളർത്തും കുട്ടികളെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ
അതായത് അവർക്ക് കരിയറായിരിക്കും ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ കുട്ടികളെ നോക്കി അങ്ങനെ വളർത്തി അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല അവർക്ക്. അങ്ങനെ കുട്ടികൾ ഓപ്ഷനിലായിരിക്കും ചിലവർക്ക്, വേണമെങ്കിൽ കുട്ടികളാവാമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല അധികം. കാരണം നമ്മൾ നേരത്തെ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ വരും. ഓക്കെ, അതാണ് സംഭവം. പലരും എന്താ വെച്ചാൽ അധികം സംസാരിക്കില്ല, പെട്ടെന്ന് കല്യാണം കഴിക്കുക, ഇങ്ങനെ കല്യാണം നടക്കട്ടെ, പിന്നെ ഇവരുടെ സെറ്റാകും വിചാരിച്ചിട്ട് സെറ്റാവാനുള്ള സാധ്യത കുറവാണ്. പിന്നീടാണ് ഈ പ്രശ്നങ്ങൾ അടിപിടികളൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ സാധനം എന്താ വെച്ചാൽ ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ പല ആളുകളും മുമ്പ് പലരും ചെയ്യണം, വീട്ടുകാരൊക്കെ കല്യാണാലോചന നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഒന്നിനെ സപ്പോർട്ട് ചെയ്ത് പറയില്ല, ഓരോ സിനാരിയോസ് ഇങ്ങനെ പറയുന്നു മൊത്തം. അതായത് അവർ സെയിം റിലീജിയൻ, സെയിം കാസ്റ്റ്, അല്ലെങ്കിൽ സെയിം ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഏകദേശം സിമിലറായ ജോലിയൊക്കെ നോക്കിയിട്ട് പലപ്പോഴും കല്യാണം കഴിക്കുക. അത് തെറ്റോ ശരിയോ എന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ ലോജിക്ക് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഏകദേശം ഈക്വലായിട്ടുള്ള കോമ്പാറ്റബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർ വലിയ പൊട്ടൽജിയില്ലാണ്ട് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭാര്യയും ഭർത്താവും ടീച്ചേഴ്സായിരിക്കും, അല്ലെങ്കിൽ ഏകദേശം ഒരേ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ആളുകളും കല്യാണം കഴിക്കാമെന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും നമ്മൾ നോക്കില്ല. നമ്മൾ കാസ്റ്റ് നോക്കുന്നുണ്ടാവില്ല, റിലീജിയൻ നോക്കുന്നുണ്ടായിരിക്കില്ല, ജാതകം നോക്കുന്നുണ്ടായിരിക്കില്ല, കരിയർ നോക്കുന്നുണ്ടാവില്ല, ഒന്നും നോക്കുന്നുണ്ടായിരിക്കില്ല. നമുക്കൊരാളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ, കല്യാണം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ കല്യാണം കഴിക്കേണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ബേസിക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത്യാവശ്യം കല്യാണം കഴിച്ച് രസമായിട്ട് പോകാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ച് പോകുന്ന ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരു സംഭവം ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾ അത്യാവശ്യം ഓർഗനൈസ്ഡ് ആയിട്ടാണ് ജീവിക്കാൻ ആഗ്രഹമുള്ള വിചാരിക്കും. അപ്പോൾ അവർ റൂമൊക്കെ വളരെ ടൈഡി ആയിട്ട് വേണം, ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വേണം, അങ്ങനെയുള്ള ഒരാളാണ് വിചാരിക്കുക. അയാളുടെ കല്യാണം കഴിച്ച് വരുന്ന ആൾ, പാർട്ട്ണർ, ഇത് നേരെ ഓപ്പോസിറ്റ് വിചാരിക്കുക. ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്തുള്ള ഒരു അന്തരീക്ഷം ഇരിക്കുക. ബാത്റൂം അത്രയും കാര്യമായിട്ട് ബാത്റൂം ക്ലീൻനെസ്സിന് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ ഇവർ തമ്മിൽ എപ്പോഴും എട്ടിയായിരിക്കും. ഇത് ഇവരെ ലൈഫിനെ ബാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു കാര്യം. ഇപ്പോൾ ഒരാൾ അവർ കാശൊക്കെ തോന്നിയമാതിരി ചിലവഴിക്കുന്ന ഒരാളെ വിചാരിക്കുക, വേറൊരാൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശൊക്കെ ഇങ്ങനെ സ്വരുക്കുട്ടി വെക്കണം എന്നുള്ള ഒരാളാണ് വിചാരിക്കുക. ഇവർ തമ്മിൽ ഈ ലൈഫ് സ്റ്റൈലിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴി തെളിയിക്കുന്നുണ്ടായിരിക്കും അല്ലേ, അങ്ങനെയൊക്കെ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം വാല്യൂസ്. ഇപ്പോൾ നമ്മൾ പറയുന്ന വാല്യൂസ് നമുക്കറിയാം. ഒരാൾ ഇപ്പോൾ വളരെ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു അങ്ങനല്ല, എല്ലാവർക്കും അവരുടേതായ വാല്യൂസും ഇൻറ്റഗ്രിറ്റി ഒക്കെ ഉണ്ടാവും. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ തീരെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ചില ആളുകൾക്ക് അതൊന്നും പ്രശ്നമില്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് തമ്മിൽ കോമ്പാറ്റബിൾ ആവണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ചില ആളുകൾ ഭയങ്കര ഗിവർ ഇൻ ലവ് ആയിരിക്കും, ചില ആൾക്കാർ അങ്ങനെ ആവില്ല. എന്ന് വെച്ചാൽ ഒരാളെ ഇഷ്ടപ്പെടുക, പിന്നെ ഒരാളെ സ്നേഹിക്കാതായിരിക്കും അവരിഷ്ടം, വേറൊരാൾക്ക് സ്നേഹം വാങ്ങുക എന്നുള്ളതായിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ കോമ്പാറ്റബിൾ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം എന്ന് വെച്ചാൽ കെമിസ്ട്രി എന്ന് പറയും. കെമിസ്ട്രി പറഞ്ഞാൽ പല രീതിയിലായിരിക്കും. ഇമോഷണൽ ആയിട്ടുള്ള ഒരു കോമ്പാറ്റബിലിറ്റി കെമിസ്ട്രി ആയിരിക്കും, ഫിസിക്കലായിട്ടുള്ള ഒരു കോമ്പാറ്റബിലിറ്റി ആയിരിക്കും, സെക്ഷുവലായ ഒരു കെമിസ്ട്രി ആയിരിക്കും. എന്ന് കയറി കല്യാണത്തിന് മുമ്പ് സെക്സിൽ ഏർപ്പെടുന്നത് നല്ല കേട്ടോ പറഞ്ഞു തരണത്. ഇവിടെ പറഞ്ഞു തരുന്നത് നമുക്ക് പല ആളുകൾക്കൊരു ഗട്ട് ഫീലിംഗ് വരുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മനസ്സിലാവും ഇയാളായിട്ട് ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നുണ്ട് എന്ന്. പൊതുവെ കല്യാണങ്ങളിൽ കെമിസ്ട്രി ഒന്നും വർക്കൗട്ട് ആവുന്നുണ്ടാവില്ല. ആരെങ്കിലും ഒരുത്തം പെണ്ണ് കാണാൻ വരും, അല്ലെങ്കിൽ എന്നിട്ട് അതുകൊണ്ട് ഉറപ്പിക്കുന്ന സാധനം ബാക്കിയൊക്കെ കൊണ്ട് വർക്ക് ആവിച്ചിട്ടും പലപ്പോഴും ഇത് വർക്കാവില്ല. അപ്പോൾ ഇവിടെ സാധാരണ പറഞ്ഞു വെച്ചാൽ ഒരു 4-5 ആഴ്ചകൾ ഒരാളുമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രി വർക്കാവുണ്ടോ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇതൊക്കെ ഒരു ചുമ്മാ കണക്കാണ് കേട്ടോ, എനിക്കറിയില്ല എന്താ അവസ്ഥ എന്ന്. സയൻറ്റിഫിക്കലി അങ്ങനെയാണെന്നാണ് പറയണത്. പക്ഷേ ചില ഫീലിംഗ് ടൈപ്പ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് മനസ്സിലാവും, ഇത് വർക്കൗട്ട് ആവില്ലേ, ഒരു കെമിസ്ട്രി വർക്കൗണ്ടോ ഇല്ലെന്ന്. ചില ആളുകൾ എന്താ വെച്ചാൽ കെമിസ്ട്രി ഉണ്ടെങ്കിൽ ബാക്കിയൊന്നും വിഷയമല്ലൊക്കെ ശരിയാവും ചോദിച്ചാൽ കല്യാണം കഴിക്കും. അതിൽ മാത്രം കാര്യമില്ല. നമ്മളിപ്പോൾ എത്ര നേരം പറഞ്ഞ ഈ പോയിൻറ്റുകളൊക്കെ മാത്രമാണ്. ഇത് മാത്രമേ വേറെ വിഷയങ്ങളുണ്ട്. മുമ്പ് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം. പാസ്റ്റ് എക്സ്പീരിയൻസസ്, അതേപോലെ ട്രോമ, ചെറുപ്പത്തിലിപ്പോൾ വേണ്ട രീതിയിൽ ചിലപ്പോൾ കെയറൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതെന്താ സംഭവം? അങ്ങനെ അമ്മയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു, അമ്മ വേണ്ട രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ അച്ഛൻ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും അബ്യൂസ് ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ കുറച്ചും പറഞ്ഞാൽ പോയിന്റിൽ വരേണ്ട ഒരു സാധനം. വേറെ സംഗതിയാണ് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും ലവ് ലാംഗ്വേജും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. എന്താണ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ? അപ്പോൾ പലതരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുകളുണ്ട് അല്ലേ. ചിലവർക്ക് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലായിരിക്കും. എന്താ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ചിലപ്പോൾ ചെറുപ്പത്തിൽ അമ്മയൊക്കെ കുറച്ച് നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടാകും കുറച്ച് കാലം, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. അവരുടേതായ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രശ്നങ്ങളോ ഇമോഷണൽ പ്രശ്നം കൊണ്ടോ, ചിലപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ ഡിവോഴ്സിൻ്റെ വക്കിലാവും, സെപ്പറേറ്റഡ് ആവും, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം, അസുഖങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവർക്കിത് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ മറ്റേ ആൾ പിന്നെ വിട്ടിട്ട് പോകും, അപ്പോൾ സ്ഥിരം വിളിക്കണം, ഫോണിലായിരിക്കും ഈ സമയം. ഇങ്ങനെ 2 ദിവസം വിളിച്ചില്ലെങ്കിൽ അയ്യോ പേടിയായിരിക്കും, ഇയാളെന്നെ വിട്ടിട്ട് പോയി. ഈ ഒരു സാധനം, ഇതാണ് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്. എന്തൊക്കെ പറഞ്ഞാലും 2 വ്യക്തികൾക്കിടയിൽ ഒരു സ്പേസ് ആവശ്യമാണ്. ഈ സ്പേസ് തീരില്ലെങ്കിൽ എന്ന പ്രശ്നം വെച്ചാൽ ഭയങ്കര വിഷയമാണ്.
സ്പേസ് വേണം. ഈ സ്പേസിലാണ് നമുക്ക് നമ്മുടേതായ ഒരു മീ ടൈം വേണ്ടേ, നമ്മുടേതായ ഒരു ടൈം വേണമല്ലോ. മീനിൻ്റെ ടൈമല്ല, മീ ടൈം. അത് നമ്മുടേതായിട്ടുള്ളൊരു ടൈം നമുക്ക് വേണം. നമുക്ക് എത്ര ഇഷ്ടമുള്ള ആളാണെങ്കിലും ശരി, നമ്മുടെ ഈ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ടൈമിലേക്ക് ഒരാൾ കയറി വരിക എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണത്. നമ്മളൊക്കെ വ്യക്തികളല്ലേ, നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകൾക്ക് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലായിരിക്കും, ചിലവർക്ക് അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലായിരിക്കും. എന്താണ് അവോയ്ഡൻസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ? അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറുപ്പത്തിൽ അവർക്ക് തീരെ കെയർ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ എന്താ വെച്ചാൽ ഒരാളെ അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല, ട്രസ്റ്റ് ചെയ്യില്ല അവർ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കാര്യങ്ങളും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ നമുക്ക് സെറ്റ് ആവില്ല. അതായത് നമുക്ക് ഒരു മെഷീനല്ലല്ലോ നമ്മൾ കല്യാണം കഴിക്കേണ്ടത്, നമുക്ക് ഇമോഷണലായിട്ടുള്ളൊരു കണക്ഷൻ വേണ്ടേ. അത് വേണ്ട എന്നുള്ളതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ അവോയ്ഡിങ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അത് ചിലപ്പോൾ ഡിവോഴ്സിലേക്കും വേറെ വലിയ പ്രശ്നങ്ങളിലേക്ക് എക്സ്ട്രാ മോട്ടർ റിലേഷൻഷിപ്പുകളിലൊക്കെ കിടക്കാനുള്ള സാധ്യതയുണ്ട്. വേറൊരു സാധനം ലവ് ലാംഗ്വേജാണ് നമ്മൾ പറഞ്ഞത്. എന്താ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ? ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 4-5 ടൈപ്പ് എന്തോ ലവ് ലാംഗ്വേജുകളുണ്ട്. ഇപ്പോൾ ചിലർക്ക് ഗിഫ്റ്റ് വാങ്ങുന്നത് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചില ആളുകൾക്ക് ടച്ചായിരിക്കും, അതായത് സങ്കടം വരുമ്പോൾ കെട്ടിപ്പിടിക്കാൻ വേണ്ടി വരും, അങ്ങനെ ആയിരിക്കും. ചില ആൾക്ക് വേർഡ്സ് ഓഫ് അഫർമേഷൻ ആയിരിക്കും, എന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് സാധിക്കും, നീ അടിപൊളിയാണ്, നീ മുത്തുമണിയാണ്, സ്വത്താണ്, അങ്ങനെ പറയുന്ന ഒരു സാധനമായിരിക്കും. വേറെ ചിലവർക്ക് ആക്ട്സ് ഓഫ് സർവീസ്, നമ്മൾ എന്തെങ്കിലും സോഷ്യൽ സർവീസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതായിരിക്കും അവർ തമ്മിലുള്ള ലവ് ലാംഗ്വേജ്. അപ്പോൾ ചില ആളുകൾക്ക്, അപ്പോൾ എൻ്റെ പാർട്ട്ണർക്ക് ഫിസിക്കൽ ടച്ചാണ് ലവ് ലാംഗ്വേജ് വിചാരിക്കുക, എനിക്കാണെങ്കിൽ ആക്ട്സ് ഓഫ് സർവീസാണ് വിചാരിക്കുക. എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ അയാൾക്ക് അതല്ല, ഫിസിക്കൽ ടച്ചാണെങ്കിൽ അയാൾ ഫിസിക്കൽ ടച്ച് ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ സോഷ്യൽ സർവീസ് ചെയ്യാൻ വേണ്ടി പോയി വിചാരിക്കുക, അല്ലെങ്കിൽ എന്താ നീ സോഷ്യൽ സർവീസ് ചെയ്തുകൂടെ എനിക്ക് എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ലവ് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻട്രോവേർട്ടാണ്, എക്സ്ട്രോവേർട്ടാണ്, ആംബിവേർട്ടാണ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഫീലിംഗ് ടൈപ്പാണ്, തിങ്കിങ് ടൈപ്പാണെന്നൊക്കെ. നിങ്ങൾ MBTIയിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ചിലർ ഇതൊക്കെ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. മയേഴ്സ് ബ്രിഗ്സിൽ 16 MBTI ഒക്കെ നോക്കുമ്പോൾ തിങ്കിങ് ടൈപ്പാണോ ഫീലിംഗ് ടൈപ്പാണോ സാധനം. ഞാനൊരു ഫീലിംഗ് ടൈപ്പായി മനസ്സിലാം, ഇൻട്രോവേർട്ടാണ്. അപ്പോൾ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ നേരം ഒറ്റയ്ക്ക് ഇരിക്കണം, ഇപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനല്ല, കുറേ നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. കുറേ ബഹളങ്ങളിൽ പെട്ടാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണത്. അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേട്ടാൽ എനിക്ക് പെട്ടെന്ന് ഫീൽ ആവും, പെട്ടെന്ന് നെർവസ് ആവും, പെട്ടെന്ന് എക്സൈറ്റഡ് ആവും, അങ്ങനെ കാര്യമുണ്ട്. പെട്ടെന്ന് ടെൻഷൻ വരും, ഇങ്ങനെ കാര്യമുണ്ട്. അപ്പോൾ അതിനെ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില ആളുകൾ അവർക്ക് ഫിസിക്കലി ഭയങ്കര ലസ്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു സാധനം, അത് മോശമെന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ആയിരിക്കും വയർ ചെയ്യപ്പെട്ടുണ്ടാവുക, വയേർഡായിട്ടുണ്ടാവുക. ചില ആളുകൾക്ക് അങ്ങനെയല്ല, ഇമോഷണലായിട്ടുള്ളൊരു കണക്ഷൻ വേണ്ടി വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് കോമ്പാറ്റബിളായ ഒരാളാണോ എന്ന് നോക്കുക എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ എനിക്കൊക്കെ ഇമോഷണലായിട്ടുള്ള ഫീലിങ്സിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടത്. ഞാനൊരു ഇമോഷണൽ ഫീലിംഗ് ടൈപ്പുള്ള ഒരാളാണ്. അപ്പോൾ അതിനെ വൃത്തിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. എന്ന് കരുതി നമുക്ക് ഫിസിക്കലായ കാര്യങ്ങളോട് താല്പര്യമില്ല എന്നല്ല, നമ്മൾ ലവ് മേക്കിംഗ് എന്നുള്ളതിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അല്ലാണ്ട് വെറുതെ ചുമ്മാ ഫക്കിംഗ് എന്നുള്ളൊരു സാധനം ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു സംഗതി ഇങ്ങനെയാണ്, കോമ്പാറ്റബിളായ ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് നല്ല സക്സസ്ഫുള്ളായ അടിപൊളി ബ്യൂട്ടിഫുള്ളായ ഒരു മാരേജിൻ്റെ ഒരു കാര്യം. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആരും പെർഫെക്റ്റ് ഒന്നല്ല, അവരുടേതായ പോരായ്മകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ജെനറ്റിക് അല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്തിട്ട് മാറ്റം വരുത്താൻ പറ്റും. ഇപ്പോൾ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലൊക്കെ ചെറുതായിട്ട് മാറ്റാനൊക്കെ സാധിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണുക, കൗൺസിലിങ്ങിന് പോവുകയും കല്യാണത്തിന് മുമ്പ് കൗൺസിലിങ്ങിന് 2 പേര് ഇരിക്കുക, അങ്ങനെ കുറേ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മൾ 2 വ്യക്തികൾ എത്രത്തോളം കോമ്പാറ്റബിൾ ആണെന്ന് പറഞ്ഞാലും അവരുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനെ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ, എമ്പതിയിലൂടെ, ഒരു സെക്ഷൽ കെമിസ്ട്രിയിലൂടെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെ, ലവ് ലാംഗ്വേജിലൂടെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങളുടെ മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ സംഗതി ഇത്രയേ ഉള്ളൂ. എമ്പതി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക എന്നുള്ളൊരു സാധനം. അപ്പോൾ ഒരു ബേസിക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കുറേ മിറാക്കിൾസ്, അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതല്ലാണ്ട് വേറെയും കാര്യങ്ങളുണ്ടായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ വിഷയമായിട്ട് നമുക്ക് വേറെ വീട്ടിൽ കാണാം. ബൈ ബൈ.